ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ വേദനാരഹിതമായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നിങ്ങളുടെ പ്രശ്നം അമിതമായിട്ടുള്ള രോമ വളർച്ചയാണ് എങ്കിൽ അതിനുള്ള പരിഹാരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാലേ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് രോമം വളരുമ്പോഴാണല്ലോ സൗന്ദര്യ പ്രശ്നത്തിൽ ഒരു വില്ലനായിട്ട് ആ ഒരു രോമ വളർച്ച ഉണ്ടാവുന്നത് അല്ലെ. പുരുഷന്മാർക്കാണെങ്കിൽ രോമ വളർച്ച ഉണ്ടാവുമ്പോൾ ഒരു പൗരുഷത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ ലക്ഷണമായിട്ട് കാണുമെങ്കിൽ സ്ത്രീകളിൽ അങ്ങനെ ഫേസില് രോമ വളർച്ച ഉണ്ടാകുന്നത് സൗന്ദര്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലേ. അപ്പൊ നമ്മുടെ ചുണ്ടിന് മുകളിലും താടിയിലൊക്കെ ഉള്ള ആ ഒരു രോമ വളർച്ച ഉണ്ടല്ലോ, നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ഇല്ലാണ്ടാക്കി കളയും കേട്ടോ. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കും രോമ വളർച്ച ഹോർമോൺ ചേഞ്ചസ് മൂലം രോമ വളർച്ച ഉണ്ടായപ്പോ, അതായത് എനിക്ക് PCOD ഒക്കെ ഉള്ളത് കൊണ്ട് രോമ വളർച്ചയുണ്ട്, ഇല്ലെന്നല്ല ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയയില് രോമ വളർച്ച ഉള്ളപ്പോ നമുക്കൊരാളുടെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, മീശക്കാരി, അങ്ങനെ പണ്ട് തന്നെ ആരോ അങ്ങനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ മീശക്കാരിന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്ത് കളയും വീട്ടിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ വാക്സ് ചെയ്യും. അതും അല്ലെങ്കിൽ നമ്മൾ രോമം ത്രെഡ് ചെയ്യും. നമ്മൾ പുരുവം ത്രെഡ് ചെയ്യുന്ന ടൈമില് നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള രോമങ്ങളൊക്കെ ത്രെഡ് ചെയ്ത് കളയാറുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഫേഷ്യൽ ഹെയർസ് ത്രെഡ് ചെയ്ത് കളഞ്ഞത് എന്റെ കല്യാണത്തിന് ഞാൻ ഫേഷ്യൽ ചെയ്യാനായിട്ടൊക്കെ പോയപ്പോഴാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇങ്ങനെ രോമ വളർച്ച ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ബ്ലേഡ് വെച്ചിട്ട് കളയാനായിട്ട് എനിക്ക് പേടിയായിരുന്നു, കാരണം ഇരട്ടിയായിട്ട് വളരുമോ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. ബട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്താലും പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വരും. അതുപോലെ നമ്മൾ വാക്സ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ത്രെഡ് ചെയ്ത് കളഞ്ഞാലും പെട്ടെന്ന് തിരിച്ചു വരും. വാക്സ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര വേദനയും സഹിക്കേണ്ടി വരും. 2-3 ദിവസത്തിനകം തന്നെ ആ പോയ രോമം അതേപോലെ തന്നെ തിരിച്ചും വരും അല്ലേ. അതുമാത്രമല്ല, നമ്മളിങ്ങനെ വാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ത്രെഡ് ഇങ്ങനെ വലിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കാറുണ്ട്. അതായത് ഇങ്ങനെ വാക്സ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചുളിവുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഇന്നത്തെ താരം. പപ്പായാണ്, പച്ച പപ്പായാണ് കേട്ടോ. ഞാനിപ്പോ അങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കറയൊക്കെ ഉണ്ട് കേട്ടോ. കറയൊക്കെ ആയിട്ടിരിക്കുകയാണ്. കഴുകിയെങ്കിലും കറയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പച്ച പപ്പായയാണ് കേട്ടോ. പഴുത്ത പപ്പായയല്ല നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്, പച്ച പപ്പായയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും പച്ച പപ്പായൊക്കെ എടുത്ത് മുഖത്തൊക്കെ തേക്കാൻ പാടുണ്ടോ എന്ന്. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പച്ചപ്പപ്പായ ശരിക്കും പറഞ്ഞാലും ബോട്ടോക്സിനേക്കാൾ 10,00,000 മടങ്ങ് ശക്തമാണ്. അപ്പൊ ഈ ഒരു പച്ചപ്പപ്പായ വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്കുകളിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുളിവുകളും റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ആയി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ പച്ചപ്പപ്പായ വെച്ചിട്ട് നമ്മുടെ ഫേസിലുള്ള രോമം എങ്ങനെ റിമൂവ് ചെയ്യാന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ പച്ചപ്പപ്പായ കട്ട് ചെയ്ത് അതിന്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത്, ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളവും ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. അങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 1 സ്പൂണാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് രോമ വളർച്ച കൂടുതൽ നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് എന്തായാലും രോമ വളർച്ച ഉണ്ടാകത്തില്ല. നമ്മുടെ ആ ഒരു ചുണ്ടിന്റെ മുകളിലും പിന്നെ ഈ ഒരു താടിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് കണ്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 സ്പൂണിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് 1 സ്പൂൺ എടുക്കണം. ഇതില് പച്ചവെള്ളം ചേർത്ത്, അതായത് നോർമൽ വാട്ടർ ചേർത്തിട്ട് അരച്ചത് കൊണ്ട് അതിന്റെ കറയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഓക്കെ ഉണ്ടോ. 1 സ്പൂൺ ഈ ഒരു പച്ചപ്പപ്പായ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, നോർമലായിട്ടുള്ള കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി അല്ല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചാക്കുന്ന മഞ്ഞൾപ്പൊടി, അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കാം. ഞാൻ വീട്ടിലെ കറിക്ക് യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട്, മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിലാണ്, എനിക്ക് ടീസ്പൂൺ ടേബിൾ സ്പൂൺ എന്നാ പറയാൻ എനിക്കറിയത്തില്ല, അതിനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഒരു വലിയ സ്പൂണിൽ 1 സ്പൂൺ പച്ച പപ്പായ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ കുഞ്ഞൊരു സ്പൂണിലാണ് മഞ്ഞൾപ്പൊടി എടുത്തത് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കണം. നാച്ചുറൽ ആയിട്ടുള്ള ഹണി ആണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പം നല്ല ഹണി നോക്കി വാങ്ങി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൂട്ടിലേക്ക് നമുക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹണി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് മോയിസ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തെ സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കിയും കൂടെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പച്ചപ്പപ്പായയിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് പാക്കാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഫേസിൽ നമ്മൾ രോമ ഉള്ളിടത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മഞ്ഞപ്പൊടിയുടെ ചെറിയൊരു നീറ്റൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടാവുമെങ്കിൽ മാത്രം. ഇനി ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റോളം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫേഷ്യൽ ഹെയർ റിമൂവൽ പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആഴ്ചയിൽ 2-3 ദിവസം നമുക്കിത് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും അറിയിക്കണം. നമ്മളൊരു 15 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റത്തവണ യൂസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾ ആഴ്ചയിൽ 3 തവണ എങ്കിലും യൂസ് ആക്കണം. അങ്ങനെ നിങ്ങളൊരു മാസമൊക്കെ യൂസ് ആക്കുമ്പോഴത്തേനും നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ആയി പോവും. അതായത് പൂർണ്ണമായിട്ടും നശിച്ചു പോവും. അത് കിളിച്ചു വരത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. രോമം റിമൂവ് ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മാസത്തിൽ 1-2 തവണ നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒഴിഞ്ഞു പോയത് പിന്നെ ഇത് കിളിർക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പെർമനൻ്റ് ആയിട്ട് ചെയ്താലും നമ്മുടെ ആ ഒരു ഫേഷ്യൽ ഹെയർസൊക്കെ പെർമനൻ്റ് ആയിട്ട് തന്നെ ഇല്ലാണ്ടാകും. പക്ഷേ എനിക്ക് മടി കാരണം ഞാൻ കുറച്ച് ദിവസം ചെയ്യും, പിന്നെ ഞാൻ ചെയ്യാതിരിക്കും കേട്ടോ. കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. 15 മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 6-7 മിനിറ്റ് നമ്മുടെ ആ ഒരു ഫേസിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കണം. ഇതിങ്ങനെ ഇരിക്കത്തില്ല, കാരണം സെറ്റായിട്ട് ഇരിക്കത്തില്ല. നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. ആറേഴ് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു ഫേഷ്യൽ റിമൂവർ പാക്ക് ഇട്ടിട്ട് ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പൊ ഞാനിത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ മഞ്ഞ കളറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രാത്രിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഒരു കളർ രാവിലെ കുളിക്കപ്പെടുത്തേനും ഒക്കെ അങ്ങ് പോയിക്കോളും കേട്ടോ. ആഴ്ചയിൽ 2-3 തവണ ഇത് യൂസ് ആക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.